വയനാട്ടിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ മന്ത്രി കെ.ടി. ജലീൽ ഫേസ്ബുക്കിൽ നടത്തിയ പരാമർശം വിവാദമാകുന്നു. പുലിയെ പിടിക്കാൻ എലിമാളത്തിലെത്തിയ രാഹുൽജി എന്ന വാചകത്തോടെ ഒരു ട്രോൾ ചിത്രവും കൂടിയാണ് കെ.ടി. ജലീൽ പങ്കുവച്ചിരുന്നത്. ചിത്രത്തിൽ ഷെഡ പോസ്റ്റർ ഒട്ടിക്കാനും കൂലിപ്പണിക്കും മാത്രമല്ല ഇലക്ഷന് മത്സരിക്കാനും ഹിന്ദിക്കാരെ ഇറക്കി തുടങ്ങിയോ എന്നാണ് കുറിച്ചിരിക്കുന്നത്. കെ.ടി. ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ ഇത് ഹിന്ദി സംസാരിക്കുന്നവരെ ജോലിയുടെ പേരിലും വംശീയമായും അധിക്ഷേപിക്കുന്നതാണെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി. സംഭവത്തിൽ ഫേസ്ബുക്കിൽ തന്നെ പ്രതികരണവുമായി പി.കെ. ഫിറോസും വി.ടി. ബൽറാമും അടക്കമുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പ്രതികരണം ബോധമില്ലാതെയാണെന്ന് ബൽറാം ഫേസ്ബുക്കിൽ കുറിച്ചു. സംഭവത്തിൽ അപലപിക്കുന്നതായും ബൽറാം കുറിച്ചു. പുലിയെ നേരിടാൻ രാഹുൽ ഗാന്ധിക്ക് മാത്രമേ സാധിക്കൂ എന്ന് കൂട്ടത്തിൽ ഒരു എലി തന്നെ തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ബാക്കിയുള്ള എലികളെല്ലാം മാളത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടതാണെന്നായിരുന്നു ഫിറോസിന്റെ പരിഹാസം. പോസ്റ്റിലെ പുലിയോട് യുദ്ധം ചെയ്യേണ്ടത് എലിമാളത്തിലെത്തിയല്ല എന്ന വാചകവും വിവാദത്തിന് തിരികൊളുത്തിയിട്ടുണ്ട്. എലിമാളം എന്ന് വിശേഷിപ്പിച്ചത് വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുന്ന CPI ആണെന്നും വയനാട് മണ്ഡലത്തെയും മന്ത്രി അവഹേളിച്ചെന്നും ആരോപണമുയരുന്നുണ്ട്. മന്ത്രിയുടെ പോസ്റ്റിനെതിരെ യൂത്ത് കോൺഗ്രസ് പോലീസിൽ പരാതി നൽകി. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച പൊടിപൊടിക്കുകയാണ്. അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. വിഷയത്തിൽ ചാനൽ ചർച്ചകളും സജീവം. പ്രമുഖർ വരെ പ്രതികരണവുമായി രംഗത്തെത്തി. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ രണ്ടാമത്തെ മണ്ഡലമായ വയനാടിനെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് AICC ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി പറയുന്നു. എന്നാൽ ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടാകുമെന്ന് ഉമ്മൻചാണ്ടി സൂചിപ്പിച്ചു. രാഹുൽ അനുകൂലമായി പ്രതികരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രാഹുൽ മത്സരിക്കാൻ എത്തണമെന്നാണ് സംസ്ഥാന നേതൃത്വം ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടുള്ളത്. രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് എത്തുന്നതിൽ പൂർണ്ണമായ സന്തോഷവും അറിയിച്ചു. അതനുസരിച്ച് വയനാട്ടിൽ നിശ്ചയിച്ച സ്ഥാനാർത്ഥി പിന്മാറാൻ സന്നദ്ധത അറിയിച്ചെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. എന്നാൽ PC ചാക്കോയുടെ വിമർശനങ്ങളോട് പ്രതികരിക്കാനില്ലെന്നും പാർട്ടിക്കുള്ളിൽ യാതൊരുവിധ അനിശ്ചിതത്വവുമില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിനെ വിമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ രംഗത്തെത്തിയിരുന്നു. BJPയെ മടയിൽ പോയി പരാജയപ്പെടുത്തേണ്ടതിന് പകരം താമര ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി പോലും ഇല്ലാത്തിടത്താണ് രാഹുൽ മത്സരിക്കുന്നതെന്ന് കോടിയേരി പറയുന്നു. വടകര മണ്ഡലത്തിൽ ആദ്യം പരിഗണിച്ചത് T. സിദ്ദിഖിനെയായിരുന്നുവെന്നും എന്നാൽ RSS നിർദ്ദേശപ്രകാരമാണ് സ്ഥാനാർത്ഥിയെ മാറ്റിയതെന്നും കോടിയേരി ആരോപിച്ചു. ന്യൂനപക്ഷ ധ്രുവീകരണം ഉണ്ടാക്കി ഇടതുപക്ഷത്തെ തകർക്കാനാണ് UDFന്റെ ശ്രമം. രാഹുൽ SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും സ്ഥാനാർത്ഥിയാണെന്ന് കോടിയേരി കുറ്റപ്പെടുത്തി. ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനാണ് കോൺഗ്രസും RSSും ഒരുമിക്കുന്നത്. 1991 കോലീബി സഖ്യത്തിന്റെ ഉപജ്ഞാതാവാണ് മുല്ലപ്പള്ളിയെന്നും CPM സംസ്ഥാന സെക്രട്ടറി ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.